2025 ജൂൺ 22 ഞായറാഴ്ച കത്തോലിക്ക സഭ കോർപ്പസ് ക്രിസ്റ്റി ഫീസ്റ്റ് അഥവാ ഈശോയുടെ തിരുശരീരത്തെ അനുസ്മരിക്കുന്ന തിരുനാൾ ആഘോഷമായി കൊണ്ടാടി. സാധാരണയായി കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ പരിശുദ്ധ പാപ്പായുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാന പാപ്പ മൊബൈലിൽ എഴുന്നള്ളിച്ചു വെച്ചാണ് പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് എത്തിച്ചേരാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിന് പരിശുദ്ധ ലിയോ 14 പാപ്പ പരിശുദ്ധ കുർബാന തന്റെ കരങ്ങളിൽ വഹിച്ച് കാൽനടയായാണ് സാൻ ജിയോവാനി ലാട്രാനോ ബസിലിക്കയിൽ നിന്നും സാന്താ മരിയ മജോറെ ബസിലിക്കയിലേക്ക് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയത്. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനായി വഴിയോരങ്ങളിൽ അനേകം ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ഔദ്യോഗികമായി സഭയിൽ കൊണ്ടാടാൻ തീരുമാനിക്കുന്നത് 1264 ഉർബൻ 4 പാപ്പായുടെ തീരുമാനപ്രകാരമാണ്. ഇറ്റലിയിലെ ബോൾസേന ഒർവത്തോയിൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം സംഭവിക്കുകയും അതേപോലെ കുർണൈലോണിലെ സെയിന്റ് ജൂലിയാനയ്ക്കുണ്ടായ പ്രത്യക്ഷീകരണത്തിന്റെ മുന്നോടിയായാണ് തിരുസഭയിൽ പരിശുദ്ധ ഉർബൻ 4 പാപ്പ പന്തക്കുസ്ത കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ആരംഭിച്ചത്. 13-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം സംഭവിച്ച ഇറ്റലിയിലെ ബോൾസേന ഒർവത്തോയിൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു പോന്നിരുന്നു. ഇതേ പാരമ്പര്യം റോമിലെ പലയിടങ്ങളിലും വ്യാപിച്ചു. കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ വലിയ രീതിയിൽ ആഘോഷിക്കുവാൻ മുൻകൈയെടുത്ത് പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം റോമിൽ ആരംഭിച്ചത് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ നേതൃത്വത്തിലായിരുന്നു. പലതവണയായി പ്രദക്ഷിണം നടത്തുന്ന സ്ഥലങ്ങൾക്ക് മാറ്റമുണ്ടായെങ്കിലും കൂടുതലായും സാൻ ജിയോവാനി ലാട്രാനോ ബസിലിക്കയിൽ നിന്നും സാന്താ മരിയ മജോറെ ബസിലിക്കയിലേക്ക് എന്ന വഴി തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. തന്റെ ആദ്യ വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിൽ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടത്തിയിരുന്നു. പരിശുദ്ധ കുർബാനയേക്കാൾ അധികമായി പ്രാധാന്യം പാപ്പായ്ക്ക് നൽകുന്നു എന്ന കാരണത്താൽ പിന്നീട് വന്ന വർഷങ്ങളിൽ പാപ്പ അതിൽ പങ്കെടുത്തില്ല. മറ്റു മെത്രാന്മാരെ പാപ്പ അതിനായി നിയോഗിച്ചു. ഈ വർഷം കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ വ്യാഴാഴ്ചയായതുകൊണ്ട് ഇറ്റലിയിൽ എന്നില്ല ആഗോള കത്തോലിക്ക സഭയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞായറാഴ്ചയാണ് കൊണ്ടാടിയത്. ഇന്നലെ 2025 ജൂൺ 22 ഞായറാഴ്ച ലിയോ 14 പാപ്പ സാൻ ജിയോവാനി ലാട്രാനോ ബസിലിക്കയിൽ നിന്നും സാന്താ മരിയ മജോറെ ബസിലിക്കയിലേക്ക് കാൽനടയായി ദിവ്യകാരുണ്യ ഈശോയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി.